നമസ്കാരം. ഞാൻ ബിജീഷ് ഉള്ളൂർ. പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്കൊന്ന് ഇന്നത്തെ മാർക്കറ്റിൽ നിഫ്റ്റിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളായാലും നമുക്ക് നിഫ്റ്റിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്. നിഫ്റ്റിയുടെ 5 മിനിറ്റ് ടൈം ഫ്രെയിമാണ് ഇന്നത്തെ ദിവസത്തിൽ, അതായത് എക്സ്പയറി ഡേ ആയിരുന്നു. ഇന്നത്തെ ദിവസത്തിൽ സംഭവിച്ച് നമുക്ക് നോക്കാം. ഇന്നത്തെ ഒരു ഓപ്പണിംഗ് തന്നെ റെസിസ്റ്റൻസിന്റെ ഒരു താഴെയുള്ള ഒരു ഓപ്പണിംഗ് ആണ്. 24,905. മാത്രമല്ല സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണ്. ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്ന മാർക്കറ്റ് ആയിരുന്നു. കഴിഞ്ഞ ദിവസം വീഡിയോസിൽ സൂചിപ്പിച്ചിരുന്ന ഈ ഒരു ഏരിയ എപ്പോഴും ഷോർട്ട് സെല്ലിന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകണം. അതിനുശേഷം ബൗൺസ് ചെയ്തെങ്കിൽ അതൊരു ബൈ ഓപ്പർച്യൂണിറ്റി അല്ല, വീണ്ടും റെസിസ്റ്റൻസ് ആണ്. ഷോർട്ട് സെല്ലാണ് 24,735 സപ്പോർട്ടും ബ്രേക്ക് ചെയ്തു. ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നൽകിയിരിക്കുന്ന സപ്പോർട്ട് നോക്കുക, 24,685. നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോസിൽ സൂചിപ്പിച്ചാണ്, ഇതാണ് നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻ്റ് സപ്പോർട്ട് ലെവൽ റേഞ്ച്. എപ്പോഴും ആ ഒരു സപ്പോർട്ടിൽ നിൽക്കുമ്പോൾ ഒരു കാരണവശാൽ ആ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി അഗ്രസീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത്, കാരണം ഇതിന്റെ മുകളിൽ റെസിസ്റ്റൻസിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്തു നിലനിന്നു. അതിന് ശേഷമായിരുന്നു സഡൻ ആയിട്ടൊരു ബൗൺസ് നൽകിയിരുന്നത്. കഴിഞ്ഞ ദിവസം വീഡിയോസിലായിട്ട് നമ്മൾ സൂചിപ്പിച്ചത് തന്നെയാണ്. വളരെ സിമ്പിളായിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാർക്കറ്റിനെ മാനേജ് ചെയ്യുന്നത് മനസ്സിലാക്കുക. വളരെ ഈസി ആയിട്ട് മാർക്കറ്റിന്റെ ട്രെൻഡിൽ ഒരു ന്യൂസും ഒന്നും നോക്കാതെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഏതാണ് നമുക്ക് ഒരു ദിവസങ്ങളായാലും നമുക്ക് നിഫ്റ്റിനെ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് നോക്കാം. വരും ദിവസങ്ങളായാലും നിഫ്റ്റിനെ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണ്, എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്. നിഫ്റ്റിക്കായാലും റെസിസ്റ്റൻസ് ആയിട്ട് കാണുന്നത് 24,885 24,885 ആണ് റെസിസ്റ്റൻസ് ആയിട്ട് നിലനിൽക്കുന്നത്. സപ്പോർട്ടായിട്ട് കാണുന്നത് 24,850. ഇന്ന് നൽകിയിരിക്കുന്ന സെയിം സപ്പോർട്ട് തന്നെയാണ്. ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ചിലാണെങ്കിൽ ഈ റേഞ്ച് എങ്ങോട്ടെങ്കിലും ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. അതായത് 850 താഴെയുള്ള ഒരു ഓപ്പണിംഗ് ചെറിയ ടൈം ഫ്രെയിമിന്റെ ലോ ബ്രേക്ക് ചെയ്ത ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. സപ്പോർട്ട് കുറച്ചധികം താഴെയാണ് കാണുന്നത്, ലോവർ ലെവലാണ് കാണുന്നത്. ലോവർ ലെവലിൽ നമുക്ക് സപ്പോർട്ട് കിട്ടുന്നത് 24,680. 24,680 ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അതായത് ഇന്ന് വന്നിരിക്കുന്ന ആ ഒരു ലോവർ അടുത്ത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസവും നൽകിയിരിക്കുന്ന സെയിം സപ്പോർട്ട് തന്നെയാണ് വരും ദിവസങ്ങളിലും മെയിൻ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു സപ്പോർട്ട് വർക്ക് ചെയ്യുമ്പോൾ, വരും ദിവസങ്ങളിൽ ഈ ഒരു സപ്പോർട്ട് വർക്ക് ചെയ്യുമ്പോൾ 650 സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് 24,722 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. ഒരു 5 മിനിറ്റ് ടൈം ഫ്രെയിം ആണെങ്കിൽ 5 മിനിറ്റിൽ ക്ലോസ് ചെയ്യണം. അതെ ഇതേ രീതിയിൽ ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് ഇതിന്റെ മുകളിലേക്ക് ക്ലോസ് ചെയ്യണം. അപ്പോൾ ക്ലോസ് ചെയ്തതിന് ശേഷം ആ ഒരു ക്യാൻഡിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു ബൈ ട്രെൻഡ് തന്നെയാണെന്ന് മനസ്സിലാക്കാം. അതേ സിറ്റുവേഷനിൽ തന്നെയാണ് നമുക്ക് കൃത്യമായിട്ട് ഈ പറയുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസിനെ മാനേജ് ചെയ്യേണ്ടത്. ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് പറയുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ചിൽ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക. റൈറ്റ് എൻട്രി റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്നുള്ള എൻട്രിക്കായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അല്ലെങ്കിൽ 24,885 മുകളിൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 85 മുകളിലായാലും 24,945 റെസിസ്റ്റൻസ് ആണ്. 945 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ അടുത്ത റെസിസ്റ്റൻസ് 25,010 ആണ് കാണുന്നത്. 25,010. അപ്പോൾ നിഫ്റ്റിയിൽ ഓപ്പൺ ചെയ്യുന്നത് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്തു, അതിനുശേഷം സപ്പോർട്ടായിട്ട് നിന്ന് ഇത് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ആണ്. ഹയർ ലെവലിൽ നിന്നുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് സാധ്യതയുണ്ട്. ഹയർ ലെവലിൽ എപ്പോഴും പ്രോഫിറ്റ് ബുക്കിങ്ങിന് സാധ്യതയുള്ള ഒരു ഏരിയ ആയതുകൊണ്ടാണ് നമ്മൾ ഇതേ രീതിയിൽ ഹയർ ലെവലുകൾ പറയുന്നത്. അതുപോലെ തന്നെ ലോവർ ലെവൽ 680 വിട്ടാൽ കുറച്ച് വീക്കാണ്. 680 താഴെ ഉള്ള ഒരു ഓപ്പണിംഗ് ചെറിയ ടൈമിന്റെ ലോ ബ്രേക്ക് ചെയ്ത ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 25,590 ആണ്. സോറി, 24,590. 59, അതായത് 24,600 തൊട്ട് താഴെയാണ് സപ്പോർട്ട്. അതിനുശേഷമുള്ള സപ്പോർട്ട് കാണുന്നത് 24,530 ആണ്. 24,530 സപ്പോർട്ട് ഒരു 10 പോയിന്റ് താഴെ 520 താഴെ നിലനിർത്തി കഴിഞ്ഞാൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 450 ഈ ലെവലൊക്കെ സ്ട്രോങ് സപ്പോർട്ടാണ്. 24,450 സ്ട്രോങ് സപ്പോർട്ടായിരിക്കും. ഈ കൺസൾട്ടേഷൻ റേഞ്ചിന്റെ ലോവർ ലെവല് സപ്പോർട്ടായിരിക്കും ഇത് വരുന്നത്.
അതിനുശേഷം സപ്പോർട്ട് വരുന്നത് 24,400. നിഫ്റ്റി ആയാലും ഇത്ര സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡ് നിലനിൽക്കാനായിട്ട് സാധിക്കും. മാർക്കറ്റിൽ വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് വരുന്ന ദിവസങ്ങൾ അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.